ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് 2-3 ദിവസങ്ങളിലായി ഒരുപാട് നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. ഇറാനിലും ഇസ്രായേലും ഒന്നും അറിയാത്ത പാവം ജനങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഇരയാകുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ പ്രകാരം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു IRGCയുടെ ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പരക്കുന്നത്. Unconfirmed reports are circulating that Israeli Prime Minister Netanyahu has been killed in an Iranian ballistic missile attack. ഇന്ന് രാത്രി സർപ്രൈസായിട്ട് ഇറാൻ ഒരുപാട് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു. എന്നാൽ ഇറാൻ്റെ കൈവശമുള്ള ഏറ്റവും നൂതന സാങ്കേതികവിദ്യയുടെ മിസൈലായിട്ടുള്ള ഫതഹ് 2 ഹൈപ്പർസോണിക് മിസൈൽ, ഇതിൻ്റെ പ്രത്യേകത മാക് 5 സ്പീഡിൽ ശബ്ദത്തേക്കാൾ 5-6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു മിസൈലിനെ തകർക്കാൻ നിലവിൽ ഇന്ന് ലോകത്തുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല. ആ ഒരു മിസൈൽ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിലേക്ക് ഇരച്ചെത്തുകയും ഓഫീസ് തകർക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. മാക് 5 സ്പീഡിൽ വരുന്ന ഈ ഒരു മിസൈൽ അയൺ ഡോമിനെ ഭേദിച്ചുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് എത്തിയത്. എന്നാൽ ഒരുപാട് വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. ദുരൂഹത നിറയുന്നു. കഴിഞ്ഞ 1-2 മണിക്കൂറായി നെതന്യാഹുവിൻ്റെ ഒരു വിവരവുമില്ല. നെതന്യാഹു കൊല്ലപ്പെട്ടേക്കാമെന്നാണ് ഇപ്പോൾ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ല. ചില വാർത്തകൾ നമുക്ക് നൽകുന്ന സൂചന നെതന്യാഹു ഇസ്രായേലിൽ നിന്നും ജർമ്മനിയിലേക്ക് പലായനം ചെയ്തതായാണ് വിവരം. അദ്ദേഹം ജർമ്മനിയിൽ ഇപ്പോൾ സുരക്ഷിതമാണെന്നും മറ്റൊരു വാർത്ത പരക്കുന്നുണ്ട്. എന്തുതന്നെയായാലും വരാൻ പോകുന്ന മണിക്കൂറുകളിൽ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ വാർത്തകൾ എത്തുന്നതായിരിക്കും. ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം.